ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാന് കുറച്ച് ലിപ്സ്റ്റിക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും വേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ലിപ്സ്റ്റിക്സ്, വേസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ആ ലിപ്സ്റ്റിക്ക് നിങ്ങൾ വാങ്ങിയത് കൊണ്ട് നിങ്ങൾക്ക് അത് ഭയങ്കര വേഴ്സ് ആയിരിക്കും, അങ്ങനല്ല ഞാൻ പറയണത്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കൊള്ളൂല എന്ന് തോന്നിയിട്ടുള്ള ലിപ് ഷെയ്ഡ്സ് കേട്ടോ. എനിക്കൊട്ടും തന്നെ ഇഷ്ടപ്പെടാതിരുന്ന, എനിക്കൊട്ടും തന്നെ ഓക്കെ ആണെന്ന് തോന്നാതിരുന്ന ലിപ്സ്റ്റിക്സ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് പോണത്. അപ്പോൾ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്സ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൈസ പോയതും പിന്നെ അതേപോലെ തന്നെ ഇതിൽ കുറെ ലിപ് ഷെയ്ഡ്സ് എനിക്ക് ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് പേർപ്പിളിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ അവർ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ചില ഫ്രീ ഐറ്റംസ് തരില്ലേ, അങ്ങനെ എനിക്ക് ഫ്രീ കിട്ടിയിട്ടുള്ളതുണ്ട്. കുറെയൊക്കെ എനിക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ. പിന്നെ കുറച്ച് മാത്രമേ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതുള്ളൂ, ബാക്കിയൊക്കെ എനിക്ക് ഫ്രീ കിട്ടിയതാണ്. അപ്പോ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്ക് ഇതെന്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്സ് മിക്സ് ചെയ്തിട്ട് ഇടുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേതാന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ ഇനി ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഓരോരോ ലിപ്സ്റ്റിക്സ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് വേഴ്സ് ആണെന്ന് തോന്നിയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ഞാൻ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒന്നും കൂടെ ഒരു ഡിസ്ക്ലൈമർ പോലെ പറയുന്നത്, ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വേഴ്സ് ആവണമെന്നില്ല. ഓരോരുത്തരുടെയും ഇതാണല്ലോ, ചിലരുടെ സ്കിൻ ടോൺസിന് അത് ഓക്കെ ആയിരിക്കും, ചിലർക്ക് അങ്ങനത്തെ കളേഴ്സ് ഇഷ്ടമായിരിക്കും. എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഷെയ്ഡ്സ് ഇഷ്ടമല്ല. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ഓരോ ലിപ് ഷെയ്ഡ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്കപ്പോ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഞാൻ ഇപ്പൊ ഇട്ടേക്കണ ലിപ് ഷെയ്ഡ് നമുക്ക് തുടച്ചു കളഞ്ഞിട്ട് ഞാൻ ഓരോ ലിപ്സ്റ്റിക്സ് ആയിട്ട് ഞാൻ നമുക്ക് കാണിച്ചു തരാം. അപ്പൊ ഫസ്റ്റത്തെ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതിന്റെ പേര് ഇത് ജസ്റ്റ് ഹെർബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ആണ്. ജസ്റ്റ് ഹെർബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള, ഞാൻ ഇതിന്റെ പിക്ചർ ഞാൻ ശരിക്കും കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഹെർബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഷെയ്ഡിന്റെ പേര് ലിക്കോറൈസ് ബ്രൗൺ എന്നാണ് കേട്ടോ. കാണുമോന്ന് എനിക്കറിയില്ല, കാണുന്നില്ല. അത് ബാക്ക് ക്യാമിൽ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ലിക്കോറൈസ് ബ്രൗൺ എന്നാണ് ഈ ഷെയ്ഡിന്റെ പേര്, ജസ്റ്റ് ഹെർബ്സിന്റെ. ഞാനിത് കുറച്ച് റിവ്യൂസ് ഒക്കെ കേട്ടിട്ട് ഞാൻ കഴിഞ്ഞതിന്റെ മുന്നത്തെ പെരുന്നാളിനെങ്ങാണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണിത്. പക്ഷെ ഒറ്റ പ്രാവശ്യം ഞാൻ ഇത് ഇട്ടുള്ളൂ കേട്ടോ. ഞാൻ ഭയങ്കര റിവ്യൂസ് ഒക്കെ കേട്ടിട്ട് വാങ്ങിയതാണ് ഞാനിത്. ഞാൻ എന്നിട്ട് പെരുന്നാളിന് വാങ്ങിയിട്ടത്, എനിക്ക് പെരുന്നാളിന്റെ അന്നാണ് ഇത് ഡെലിവർ ആയത്. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ എൻ്റെ മാമാടെ വീട്ടിലേക്ക് ഞാൻ ഇത് ഇട്ടിട്ടാണ് പോയിണ്ടായിരുന്നത്. ഈ ഒരു ലിപ് ഷെയ്ഡ് ഇട്ടിട്ട് പോയി. എൻ്റെ പൊന്നെ, ഒന്നും പറയാനില്ല. ഫസ്റ്റ് ഇത് ഇട്ടപ്പോ തന്നെ എനിക്ക് എന്തോ ഒരു ഇത് തോന്നി, ഒരു പാളിച്ച പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമുണ്ടാവില്ലായിരിക്കും, അത് ചിലപ്പോ ഒന്ന് സെറ്റ് ആവുമ്പോ റെഡി ആവും. ചില ലിക്വിഡ് ലിപ്സ്റ്റിക്സ് അങ്ങനെയാണ് കേട്ടോ, നമ്മൾ ചിലപ്പോൾ അത് ഇടുന്നതായിരിക്കില്ല, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ഷെയ്ഡ് അത് മാറും. അപ്പൊ ഞാൻ വിചാരിച്ചു ചിലപ്പോ അത് സെറ്റ് ആവുമ്പോ അത് റെഡി ആവുമായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ എന്നിട്ട് ഇതിട്ടിട്ട് എൻ്റെ മാമാടെ വീട്ടിലേക്ക് പോയപ്പോഴത്തേനും അവിടെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു, ഇത് എന്താ ചുണ്ടിരിക്കണേന്നും പറഞ്ഞിട്ട്. ഒരുമാതിരി നമ്മള് എന്താ പറയാ, ഒരുപാട് സ്മോക്ക് ചെയ്തിട്ടൊക്കെ ചുണ്ടുണ്ടാവില്ലേ, അതേപോലെയാണ് കേട്ടോ. ഭയങ്കര ശോക ലിപ് ഷെയ്ഡാണിത്. എനിക്ക് തോന്നുന്നു ചിലർക്ക് ഇത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറെ പേര് ഇതിന്റെ റിവ്യൂസ് ഒക്കെ നല്ലതാന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ചിലർക്ക് ചിലപ്പോൾ സൂട്ട് ആവുമായിരിക്കും. എനിക്കിത് ഇട്ടിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയത് ശരിക്കും സിഗരറ്റ് വലിച്ച ആ ചുണ്ട് പോലെയാണ് കേട്ടോ. എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമായില്ല. ഞാൻ സംഭവം ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ അതേപോലെ തന്നെ അങ്ങനെ ട്രാൻസ്ഫർ ആവണമൊന്നുമില്ല. ഇതുണ്ടോ, ഇതാണ് ഇതിന്റെ കളർ. ഇത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് വലിയ പ്രശ്നം തോന്നൂല. ഞാൻ ഇത് ഇട്ട് കാണിച്ചു തരാം, അപ്പൊ നമുക്ക് ശരിക്കും മനസ്സിലാവും. അപ്പൊ ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ലിപ് ഷെയ്ഡ് ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് ഞാൻ ഇത് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ തുടച്ചു കളഞ്ഞു. ഇനി ഞാൻ ഇതിട്ട് കാണിച്ചതാ കേട്ടോ. അയ്യോ, എനിക്കിത് ഇടേണ്ട കാര്യം ആലോചിക്കുമ്പോ തന്നെ എനിക്ക് സങ്കടം വരുന്നുണ്ട്. ഇതാ,
ഇതുണ്ടോ, ഇതാണ് ഇതിന്റെ ഷെയ്ഡ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് എന്നിട്ട് എക്സ്പയറി, എനിക്ക് തോന്നി ചിലപ്പോൾ എക്സ്പയറി ആയതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ നോക്കിയപ്പോ എക്സ്പയറി ഒന്നുമല്ല. പക്ഷെ കൊള്ളത്തേ ഇല്ല കേട്ടോ. അതാ ഇത് ഇങ്ങനെ കാണുമ്പോ ഇത് വലിയ പ്രശ്നമില്ല, പക്ഷെ അത് നേരിട്ട് കാണുമ്പോ ഇതിനെക്കാട്ടിലും ഇഷ്ടാണ് കേട്ടോ. കൊള്ളത്തേ ഇല്ല, ഭയങ്കര ബോറാണ് ശരിക്കും. ഞാൻ പറഞ്ഞില്ലേ സിഗരറ്റ് ഒക്കെ വലിച്ച് അങ്ങനെ ഒരുപാട് സ്മോക്ക് ചെയ്തവരുടെ ഒക്കെ ചുണ്ട് പോലെ ഉണ്ടാവും സെറ്റ്. ഇത് നമ്മുടെ ചുണ്ടിൽ ഇരുന്നൊന്ന് സെറ്റ് ആവുന്നതോറും ഇത് ഭയങ്കര വേഴ്സായിട്ട് മാറും. കൊള്ളത്തേ ഇല്ല ഈ ലിപ് ഷെയ്ഡ്. ഇതിന് അത്യാവശ്യം വിലയുണ്ടായിരുന്നു കേട്ടോ, 400-ഓ 600-ഓ അത്രങ്ങാണ്ട് വിലയുണ്ടായിരുന്നു. പക്ഷെ വൻ ഫ്ലോപ്പാണ് ഈ ഒരു ലിപ് ഷെയ്ഡ്. ലിക്കോറൈസ് ബ്രൗൺ, ശരിക്കും ലിക്കോറൈസിന്റെ ഒക്കെ ഒരു ഷെയ്ഡ് തന്നെ, പക്ഷെ ഒരു രസമല്ല. ഞാൻ ആദ്യമായിട്ടാണ് ജസ്റ്റ് ഹെർബ്സിന്റെ ഒരു ലിപ് ഷെയ്ഡ് വാങ്ങണത്, അത് ഇങ്ങനെ ആയിപ്പോയി. കൊള്ളത്തേ ഇല്ല കേട്ടോ. ഇതാരെങ്കിലും ചിലർക്ക് ചിലപ്പോൾ സൂട്ട് ആവുമായിരിക്കും. ഞാൻ പറയുമ്പോൾ ചിലർക്ക് ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക്, അതായത് ഇങ്ങനെ ഡിം ആയിട്ടുള്ള ഷെയ്ഡ്സ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. എനിക്ക് പക്ഷെ ഇങ്ങനെ ചുണ്ട് കത്തിരിക്കുന്ന ഷെയ്ഡ്, എന്റെ ഉള്ള ചുണ്ടിന്റെ കളറിനെക്കാട്ടിലും ഡിം ആയിട്ടിരിക്കുന്ന ഷെയ്ഡ്സ് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഷെയ്ഡ്സ് ഇഷ്ടമല്ല, എനിക്ക് അത് ചേരാറുമില്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ലിപ് ഷെയ്ഡ്. ഓക്കെ, ഞാൻ വാങ്ങിയിട്ടുള്ള വേഴ്സ്റ്റ് ലിപ്സ്റ്റിക്. ഓക്കെ, ഞാൻ അടുത്ത കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇത് തുടച്ചളയട്ടെ കേട്ടാ. ഇത് സംഭവം കുറെ നേരം ലാസ്റ്റ് ഒക്കെ ചെയ്യൂട്ടോ ഇത്, ഈ ജസ്റ്റ് ഹെർബ്സിന്റെ. പക്ഷെ ഷെയ്ഡ് കൊള്ളൂല. ഇനി നമുക്കപ്പോ അടുത്ത ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എനിക്കൊരു ഫ്രീ കിട്ടിയതാണ് കേട്ടോ. ഞാൻ പേർപ്പിളിന്ന്, ഇപ്പോഴല്ല കുറച്ചു നാൾ മുന്നേ ഞാൻ പേർപ്പിളിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തപ്പോഴത്തേനും അവരെനിക്ക് ഇങ്ങനെ കോംപ്ലിമെന്ററി ആയിട്ട് തന്നിട്ടുണ്ടായിരുന്ന ഒരു ലിപ് ഷെയ്ഡാണ് ഇത്. എനിക്ക് ഫ്രീ കിട്ടിയതാണ്, അതുകൊണ്ട് എനിക്ക് അത്ര വലിയ സങ്കടമൊന്നും ഇല്ല ഇത് പാളിപ്പോയതില്. പേർപ്പിളിന്റെ മിനി ലിപ് ഷെയ്ഡാണ്. ഈ ഷെയ്ഡിന്റെ പേര് ഞാൻ ബാക്ക് ക്യാമിൽ കാണിച്ചു തരാം കേട്ടോ. നമ്പർ 6 ആണ്, മൈ ഫസ്റ്റ് സെൽഫി. അങ്ങനെയാണ് ഈ ഷെയ്ഡിന്റെ പേര്. ഫ്ലൂറസെന്റ് പിങ്ക്, നിങ്ങൾ കാണുന്നില്ലേ, ഇതാണ് ഇതിന്റെ കളറ്. ഫ്ലൂറസെന്റ് പിങ്ക് ആണ് കേട്ടോ. അത് ഭയങ്കര ഇതെന്താ ഇങ്ങനത്തെ ഒക്കെ കളേഴ്സ് ചിലര് ഞാൻ കണ്ടിട്ടുണ്ട്, ചില ചേച്ചിമാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഷെയ്ഡൊക്കെ ഇട്ട് നടക്കണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അതിഷ്ടം. അപ്പൊ എനിക്ക് തോന്നി അങ്ങനെ അപ്പൊ ഇത് ഇഷ്ടമുള്ളവരുണ്ട്. അപ്പൊ ഇഷ്ടമുള്ളവർക്ക് ഇത് ഓക്കെ ആയിരിക്കും. എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനത്തെ ഇങ്ങനെ ഉറച്ചു നിൽക്കണ ഫ്ലൂറസെന്റ് കളേഴ്സ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഇത് ഞാൻ ജസ്റ്റ് ഇട്ട് കാണിച്ചു കേട്ടോ. അയ്യോ, എന്റെ മുന്നേ ഇതിലും ഒന്നും പറയുന്നില്ല, എനിക്കൊന്നും പറയാനില്ല. എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് എനിക്ക് ഞാൻ ഇത് പിന്നെ ഇട്ടിട്ടില്ല കേട്ടോ. ആകെ ഒരൊറ്റ പ്രാവശ്യം ഞാൻ ഇട്ട് നോക്കിയതാണിത്, പിന്നെ ഞാൻ അത് ഇട്ടിട്ടില്ല. പിന്നെ ഫ്രീ കിട്ടിയ കാരണം കൊണ്ട് എനിക്ക് വലിയ സങ്കടമില്ല. ഇതുണ്ട, ഒന്നും പറയാനില്ല. ഇത് സംഭവം ഈ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ തീരെ ട്രാൻസ്ഫർ ആയില്ല, അപ്പൊ തന്നെ ഡ്രൈ ആവൂട്ടാ. ഞാൻ വേഗം തന്നെ കളയിട്ടത്. ഈ പേർപ്പിളിന്റെ ലിപ്സ്റ്റിക്കിന്റെ ഒരു ഞാൻ അത് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ്ടേ ഇത്. അത് വേഗം കളയട്ടെ കേട്ടോ. അത് ഈ പേർപ്പിളിന്റെ ലിപ് ഷെയ്ഡിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് ഡ്രൈ ആവും. ഇതുണ്ടോ, പോരൂല. ഇത് വെറ്റ് ഇഷ്യൂ ആണ് കേട്ടോ. ഈ ലിപ്സ്റ്റിക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേർപ്പിളിന്റെ ലിപ്സ്റ്റിക് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. നല്ല ഷെയ്ഡ് കിട്ടുകയാണെങ്കിൽ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. അതേപോലെ തന്നെ ഭയങ്കര ഡ്രൈയിങ് ആ. ലിപ് ബാം ഒന്നും ഇടാൻ പറ്റൂല കേട്ടോ, ഭയങ്കര ഡ്രൈയിങ് ആ. ഇതിപ്പോ ഞാൻ ഇപ്പൊ തന്നെ തുടച്ചു കളഞ്ഞുകൊണ്ടാണ് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നത്.
ഇല്ലാന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് പോരുകയോ ഇല്ല കേട്ടോ. ഇനി നമുക്ക് അടുത്ത ലിപ്സ്റ്റിക് കാണാം. നമ്മുടെ തേർഡ് വേസ്റ്റ് ലിപ്സ്റ്റിക്. ഇതിന്റെ ഒരു റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഷോർട്ട് വീഡിയോ എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ. ഇത് നമ്മുടെ മേബിലിന്റെ ലവർ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. നമ്പർ 15 ലവർ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഇത്. പക്ഷെ ഇതിന് ഫാൻസ് കുറെ പേരുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് പേഴ്സണലി ഈ ഷെയ്ഡ് എനിക്ക് അത്ര താല്പര്യം തോന്നിയില്ല. ഞാൻ കാണിച്ചു തരാം. ഇതിന് കുറെ ഫാൻസ് ഉണ്ട്. പക്ഷെ എന്തുണ്ടെങ്കിലൊക്കെ കൂടെ മിക്സ് ചെയ്തിടാണെങ്കിൽ കുഴപ്പമില്ല. ഇത് മാത്രമായിട്ട് ഇടുമ്പോൾ ഇങ്ങനത്തെ ഒരു കളറാ കണ്ട. എനിക്കിഷ്ടല്ല കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കളറുകൾ എനിക്കിഷ്ടല്ല. സ്വാച്ച് ചെയ്ത് കാണിക്കാം തന്നെ. ഇതാണ് നമ്മുടെ മേബിലിന്റെ ലവർ. ഈ ലിപ്സ്റ്റിക് മേബിലിന്റെ സൂപ്പർ സ്റ്റേ റേഞ്ചിലാണ് ഉള്ള ലിപ്സ്റ്റിക് ആണിത്. ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. മേബിലിന്റെ സൂപ്പർ സ്റ്റേ ശരിക്കും പറഞ്ഞ ഒരു ബ്രൈഡൽ മേക്കപ്പിനൊക്കെ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ആണിത്. കാരണം അത്രയും ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷെ ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഷെയ്ഡ് നമുക്ക് നല്ല കിട്ടണം ഇവർക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവർ കുറച്ചും കൂടി നല്ല ഷെയ്ഡ് ഓപ്ഷൻസ് വരുത്തണമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. കാരണം റേഞ്ച് സൂപ്പറാണ്. കാരണം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതൊന്ന് നമ്മളെ ചുണ്ടുമായിട്ടൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാണ്ടല്ലോ പോരത്തേ ഇല്ല. നമുക്ക് ഈവൻ വെളിച്ചെണ്ണ ഇട്ട് നമ്മൾ തുടച്ചാൽ പോലും ഇത് പോരില്ല കേട്ടോ. വേണ്ട, ഇത് പോരത്തേ ഇല്ല. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് സ്മഡ്ജ് പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, എല്ലാം ആണ്. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ ഒരു ബ്രൈഡൽ മേക്കപ്പിനൊക്കെ ശരിക്കും സജസ്റ്റ് ചെയ്യുന്ന ഒരു റേഞ്ചാണ് ഇവരുടെ മേബിലിന്റെ സൂപ്പർ സ്റ്റേ എന്ന് പറയുന്നത്. കാരണം പേര് പോലെ തന്നെ സൂപ്പർ സ്റ്റേയിങ് ആണ്. തീരെ പോരൂല ചുണ്ടിന്ന്. പക്ഷെ ഓൺലി പ്രശ്നം എന്താന്ന് വെച്ചാ ഷെയ്ഡ് നല്ലത് കിട്ടണം. എനിക്ക് ഇങ്ങനത്തെ പേഴ്സണലി ഇങ്ങനത്തെ ഷെയ്ഡ്സ് എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനത്തെ പിങ്കി കളേഴ്സ് എനിക്ക് ഇഷ്ടമല്ല. അത് ചേരുന്നവരുണ്ടാവും, അത് ഇഷ്ടമുള്ളവരുണ്ടാവും. അവർക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കളേഴ്സ് എനിക്ക് താല്പര്യമില്ല. ഓക്കെ. അപ്പൊ ഇതിനും അത്യാവശ്യം വിലയുണ്ട്. മേബിലിന്റെ സൂപ്പർ സ്റ്റേ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, വിലയുള്ളതാണ്. പക്ഷെ കൊള്ളത്തില്ല, എനിക്കിഷ്ടായില്ല. ഓക്കെ, ഇതാണ് മേബിലിന്റെ. ഞാൻ ഇത് വിത്തൗട്ട് മേക്കപ്പ് ആണ് കാണിക്കണേ. യാതൊരു മേക്കപ്പും ഇല്ല. ജസ്റ്റ് കണ്ണ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. വേറെ ഒരു മേക്കപ്പും ഫേസിൽ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് എക്സാക്ട് ഷെയ്ഡ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് ഇതിന്റെ എക്സാക്ട് ഷെയ്ഡ്. ഓക്കെ, എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും പോരാ. ഇത് സംഭവം ഒക്കെയാണ്, നല്ല ലിപ്സ്റ്റിക് ആണ്. പക്ഷെ ഷെയ്ഡ് നിങ്ങൾക്ക് പറ്റിയ നല്ല ഷെയ്ഡ് തന്നെ നിങ്ങൾ നോക്കി മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേർത്താണ്. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ അബദ്ധങ്ങൾ ചിലപ്പോൾ പറ്റാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ലിപ്സ്റ്റിക് കേട്ടോ. അടുത്തൊരു വേസ്റ്റ് ലിപ്സ്റ്റിക്. എന്റെ ഒരു വേസ്റ്റ് അടുത്ത പർച്ചേസ് ഇതാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇനി ഇത് കളയാനായിട്ട് ഇത് ഞാനിപ്പോ ഇട്ടിട്ട് അപ്പൊ തന്നെ കളയണോണ്ട് കുഴപ്പമില്ല. കുറച്ചു നേരം കൂടി ചുണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് പോരില്ല. അതാണ് അതിന്റെ ഒരു പ്രശ്നം. ഇനി ഞാൻ അടുത്തൊരു ലിപ്സ്റ്റിക് കാണിച്ചു തരാം. ഇത് എനിക്ക് ഫ്രീ കിട്ടിയതാണ്. ഇത് വീണ്ടും എനിക്ക് ഫ്രീ കിട്ടിയ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് ഇൻസൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ. ഇൻസൈറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും, അത്യാവശ്യം അഫോർഡബിൾ ബ്രാൻഡാണ്. അവരുടെ നമ്പർ 3 വൈൻ റൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇത്. എനിക്കിത് പേഴ്സണലി ഞാൻ പറയാം, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇത് ഇതുണ്ടോ, എനിക്ക് തോന്നുന്നു നല്ല ഡസ്കി ഡീപ്പർ സ്കിൻ ടോൺസിനൊക്കെ ഇത് സൂപ്പർ ആയിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇങ്ങനെ ഇറച്ചിക്കണ കളേഴ്സ് എനിക്ക് ഇഷ്ടമല്ല. അപ്പം എനിക്ക് തോന്നുന്നു നല്ല ഡസ്കി ഡീപ്പർ സ്കിൻ ടോൺസിനൊക്കെ ചേരുമായിരിക്കും. ഇതുണ്ടോ, ഇതാണ് ഈ ഒരു ഷെയ്ഡ് കേട്ടോ. ഇതിങ്ങനെ കാണുന്ന പോലെയല്ല ഈ ഷെയ്ഡ് അപ്ലൈ ചെയ്യുമ്പോൾ. അതായത് കാണുമ്പോൾ നമുക്ക് കണ്ടോ കുറച്ചും കൂടി ഒരു വൈൻ പോലത്തെ കളറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഇട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടി റെഡ് ആണ്.
കണ്ട സംഭവം ഇത് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇങ്ങനത്തെ തെറിച്ച് നിൽക്കുന്ന കളേഴ്സ് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഇത് ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു നൈറ്റ് പാർട്ടി അങ്ങനെയൊക്കെ, നൈറ്റ് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നല്ലതാണ്. നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കും. ഇങ്ങനത്തെ റെഡ്, ഡാർക്ക് റെഡ് പോലത്തെ ഷെയ്ഡ്സ് ഒക്കെ ഇടുമ്പോൾ ഫേസ് ബ്രൈറ്റ് ആവും. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഇഷ്ടമല്ല. അതുകൊണ്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. ഇതെനിക്ക് പിന്നെ ഫ്രീ കിട്ടിയതാണ് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും കേട്ടോ, അങ്ങനത്തെ കളേഴ്സ് ഇഷ്ടമുള്ളവരുണ്ടാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനിയിപ്പോ ഞാൻ കാണിക്കുന്ന ലിപ് ഷെയ്ഡ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഇട്ടാൽ കമന്റ് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് ഈ ഒരു ലിപ്സ്റ്റിക്, ബ്ലഡ് റെഡ്. പക്ഷെ എന്താന്ന് വെച്ചാല് ഇത് മാറ്റ് ഫിനിഷ് അല്ല കേട്ടോ. ഇത് മാറ്റ് അല്ല, നമുക്ക് ക്രീമിയാണ്. നമുക്ക് പെട്ടെന്ന് പോരും ഇത്. ബുള്ളറ്റ് ലിപ്സ്റ്റിക്കും കൂടി ആയ സ്ഥിതിക്ക് പെട്ടെന്ന് പോരും. ഇതുണ്ടോ, ട്രാൻസ്ഫർ പ്രൂഫ് ഒന്നും അല്ല, പെട്ടെന്ന് പോരും കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു നല്ല ഡസ്കി ഡീപ്പർ സ്കിൻ ടോണിനൊക്കെ ഇത് സൂപ്പർ ആയിരിക്കും. എല്ലാ സ്കിൻ ടോണിനും ഇത് ചേരും കേട്ടോ. പക്ഷെ ഇങ്ങനത്തെ കളർ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും. ഞാനിതൊരു വേസ്റ്റ് കാറ്റഗറിയിൽ ഞാൻ പെടുത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പേഴ്സണലി വേസ്റ്റ് ആയിട്ട് തോന്നിയ ലിപ് ഷെയ്ഡ്സ് ആണ് ഞാൻ ഇതിനകത്ത് പറയണത്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വേസ്റ്റ് ആയിട്ട് തോന്നൂലായിരിക്കും. ഓക്കെ, ഞാൻ ഇനി തുടച്ചളയട്ടെ. ഇത് തുടച്ചളയാൻ സുഖമാണ്, കണ്ട ഒരൊറ്റ വൈപ്പില് പോരും. കാരണം ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ല. ഇനി ഞാൻ അടുത്ത കാണിക്കാൻ വേണ്ടി പോണത് അടുത്തൊരു ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് അതും ഇൻസൈറ്റിന്റെ തന്നെയാണ് കേട്ടോ. പക്ഷെ ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. ഇൻസൈറ്റിന്റെ ഒരു നോൺ ട്രാൻസ്ഫർ ലിപ് കളർ എന്ന് പറഞ്ഞിട്ട് കണ്ടു. ഇതാണ് ലിപ്സ്റ്റിക്. ഇത് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇൻസൈറ്റിന്റെ. ഇതിന്റെ ഷെയ്ഡിന്റെ പേര് നമ്പർ 30. ഞാൻ ബാക്ക് ക്യാമില് കാണിച്ചു തരാം. ബോജി എന്നാണ് ഈ ലിപ് ഷെയ്ഡിന്റെ പേര്. ഇട്ട് കാണിച്ചു തരാം. ഇതാണ് ഈ കളർ, കണ്ട. ഇത് നല്ല ഫെയർ ആയിട്ടുള്ളവർക്ക് ഇത് സൂപ്പർ ആയിരിക്കും. അതെ, ഇതാണ് ആ കളറ്. ഇത് ഭയങ്കര ന്യൂഡ് കളറാണ് കേട്ടോ. ഇത് ഡസ്കി ഡീപ്പർ സ്കിൻ ടോൺസിന് ഇത് നല്ലോണം വാഷ് ഔട്ട് ചെയ്യും. വേണ്ട, എനിക്ക് പക്ഷെ ഇത്രയും ന്യൂഡ് ലിപ്സ്റ്റിക് എനിക്ക് ഇഷ്ടമല്ല. ഇത് ഭയങ്കര ന്യൂഡാ, കണ്ടില്ലേ, ഭയങ്കര ന്യൂഡാണിത്. എനിക്ക് പക്ഷെ ഇത്രയും ന്യൂഡ് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഭയങ്കര ഫെയർ ആയിട്ടുള്ളവർക്കൊക്കെ മേ ബി ഇഷ്ടാവുമായിരിക്കും. ഇത് സംഭവം ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, നല്ലോണം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ ലിപ്സ്റ്റിക്. പക്ഷെ എനിക്ക് പേഴ്സണലി ഈ ഷെയ്ഡ് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ഇത്രയും ന്യൂഡ് ഇഷ്ടമല്ല. അതുകൊണ്ടാണ്, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഇത്രയും ന്യൂഡ് ഇഷ്ടമല്ല, അതുകൊണ്ടിട്ട് ഇതും എനിക്ക്. പിന്നെ ഇതിന് വലിയ വിലയില്ല. ഇൻസൈറ്റിന്റെ ലിപ്സ്റ്റിക് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് തന്നെ അത്യാവശ്യം ചീപ്പായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ചീപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രോഡക്ട്സ് നല്ലതാണ്, ചീപ്പ് ആണെങ്കിലും കൂടെ. ഓക്കെ, പ്രൈസ് വൈസ് ആണ് ഞാൻ പറഞ്ഞത് ചീപ്പാണെന്ന് കേട്ടാ. പ്രോഡക്റ്റ് ഒക്കെ നല്ലത് തന്നെ. ഓക്കെ, ഞാൻ ഇത് തുടച്ചളയട്ടെ. അയ്യോ, ഇത് പോണില്ലല്ലോ. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത് ഫൈനൽ ലിപ്സ്റ്റിക് ആണ്. ഞാൻ വാങ്ങിയിട്ടുള്ളതില് ഞാൻ കാണിക്കണേ ഒരു ഫൈനൽ ലിപ്സ്റ്റിക്, 6ാമത്തെ ലിപ്സ്റ്റിക് ആണ് ഞാൻ കാണിക്കണേതാ. പേരൊക്കെ മാഞ്ഞു പോയി. ഇത് NYBയുടെ, ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണ്.
NYBയുടെ ഇംപെക്കബിൾ ഇസബെല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതെനിക്ക് NYBന്ന് ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ലിപ് ഷെയ്ഡാണ് ഇത്. പക്ഷെ ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് വലിയ ഇഷ്ടമല്ല, എന്നാലും ഞാനിത് മിക്സ് ചെയ്തിടാറുണ്ട്. ഇത് നമുക്ക് നല്ല ഡാർക്ക് ലിപ്സ്റ്റിക്കിന്റെ കൂടെ ഒക്കെ മിക്സ് ചെയ്തിടുമ്പോൾ നമുക്ക് നല്ല ഷെയ്ഡ് കിട്ടും കേട്ടോ. ഇത് മാത്രമായിട്ട് ഇടുമ്പോഴാണ് നമുക്ക് വലിയ നല്ലതല്ലാത്ത പോലെ ഫീൽ ചെയ്യും. പക്ഷെ വല്ല ഡാർക്ക് ലിപ്സ്റ്റിക്കിന്റെ കൂടെ മിക്സ് ചെയ്തിടുമ്പോൾ നല്ലതാ. ഇത് ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. എന്താ ഇതാണ് ഷെയ്ഡ് കേട്ടോ, ഒരു ന്യൂഡ് പിങ്ക് ആണ്. ഇട്ട് കാണിച്ചു തരാം. ഇതാണ് ലിപ്സ്റ്റിക്ക്. ഇത് കുഴപ്പമൊന്നുമില്ല, ഇത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. കണ്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ഞാൻ പറഞ്ഞ കണക്കിന് ഡസ്കി ടു ഡീപ്പർ സ്കിൻ ടോൺസിനൊക്കെ നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്യും കേട്ടോ. അതല്ലാതെ ഫെയർ ടു വെരി ഫെയർ സ്കിൻ ടോൺസിനൊക്കെ സൂപ്പർ ആയിരിക്കും. കണ്ടോ, ഡസ്കി ടു ഡീപ്പർ സ്കിൻ ടോൺസിന് ഇത് ഒരിക്കലും ചേരില്ല. ഇത് ഭയങ്കര വാഷ് ഔട്ട് ആയിരിക്കും. എനിക്കിത് കുഴപ്പമില്ല, പക്ഷെ എനിക്കിത് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഇത് മാത്രമായിട്ട് ഇടാൻ എനിക്ക് വലിയ താല്പര്യമില്ല. ഞാനിത് വേറെ എന്തെങ്കിലും കൂടെ ഒക്കെ മിക്സ് ചെയ്തിടും, അല്ലെങ്കിൽ ഞാൻ വല്ല ലിപ് ലൈനർ ഇട്ടിട്ടിടും, അങ്ങനെയൊക്കെ ഇടാറുണ്ട്. അങ്ങനെ ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇത് ഇത്രയ്ക്കായത്. കണ്ടോ, ഞാൻ ആദ്യമായിട്ടായിരിക്കും ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു ലിപ്സ്റ്റിക് ഇത്രയും അധികം യൂട്ടിലൈസ് ചെയ്യുന്നത്. അത് ഈ ഒരു ലിപ്സ്റ്റിക് മാത്രമാട്ടോ. വേറെ ഒരു ലിപ്സ്റ്റിക്കും എനിക്ക് ഫ്രീ കിട്ടിയതൊന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല. നിങ്ങൾ കണ്ടില്ലേ, വേറെ ഒരു ലിപ്സ്റ്റിക്കും എനിക്ക് ഫ്രീ കിട്ടിയതൊന്നും എനിക്ക് വൃത്തിയായിട്ട് തോന്നിയില്ല. എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ആകെ ഈ ലിപ്സ്റ്റിക് മാത്രമാണ് കേട്ടോ, NYBയുടെ ഇംപെക്കബിൾ ഇസബെല്ല. ഓക്കെ, ഇത് പിന്നെ പെട്ടെന്ന് പോവും. ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് ഓഫ് കോഴ്സ്. പിന്നെ എന്താ പറയാ, ക്രീമി ടൈപ്പ് ആണ്. അപ്പൊ അത് കാരണം കൊണ്ട് പെട്ടെന്ന് പോവും, പെട്ടെന്ന് സ്മഡ്ജ് ആവും. ലോങ് ലാസ്റ്റിംഗ് അല്ല, സ്മഡ്ജ് പ്രൂഫ് അല്ല, ഒന്നുമല്ല. ഓക്കെ, അപ്പൊ കണ്ടല്ലോ നിങ്ങളെല്ലാവരും, ഇത്രയാണ് എന്റെ ലിപ്സ്റ്റിക്സ് കേട്ടോ. എനിക്ക് വേഴ്സ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ഇത്രയാണുള്ളത്. ഞാൻ നേരത്തെ പിന്നെ ഡിസ്ക്ലെയിമർ പറഞ്ഞ പോലെ തന്നെ ഈ ലിപ്സ്റ്റിക്സ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊക്കെ ഓക്കെ കൊള്ളാന്ന് തോന്നുമായിരിക്കും. പക്ഷെ എനിക്കിതൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എനിക്കിതൊക്കെ വലിയ ഇഷ്ടപ്പെടാതിരുന്ന ലിപ് ഷെയ്ഡ്സ് ആണ്. 3 ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതും 3 എനിക്ക് ഫ്രീ കിട്ടിയതും. ഓക്കെ, അപ്പോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് പിന്നെ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ, ലിങ്ക് വേണമെങ്കിൽ. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലോ, ചിലർക്ക് ചിലപ്പോൾ അങ്ങനത്തെ കളേഴ്സ് ഒക്കെ ഇഷ്ടം ഉണ്ടാവുമായിരിക്കും. ഞാനിപ്പോൾ ഇട്ട് കാണിച്ച കളേഴ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടമായി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഞാൻ ലിങ്ക് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ.